അങ്ങനെ ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 3 മണിക്ക് പട്ടിക്കൂട് വന്ന് ഒറ്റ തട്ട കടപടാന്ന് കേട്ടു. ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്തി? ഇതിൽ നേരെ റോഡേ വന്ന് പട്ടിക്കൂട് വന്ന് ഒറ്റ അടിച്ച് ഞാൻ ചാടിയായിരുന്നു. നോക്കുമ്പോൾ ചെറിയൊരു ആന ഇങ്ങനെ പൈപ്പും ചവിട്ടി പൊട്ടിച്ച്. ഇല്ലമ്മൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് കുറച്ച് സോപ്പും ഇത് കുളിമുറിൻ്റെ അകത്ത് കയറിയ സോപ്പ് തുണി അതൊക്കെ തിന്ന് അടിച്ച് തുപ്പിയത്. സോപ്പൊക്കെ തിന്നു? സോപ്പൊക്കെ തിന്ന്. ഉണ്ടല്ലോടാ ഇവിടെ ഉണ്ടായിരുന്ന പട്ടിക്കൂടെ തട്ടി ആ തെങ്ങിലേക്ക് എത്തിച്ചാൽ മതി. അവിടം വരെ എത്തി ഇവിടുന്ന് തള്ളിയിട്ട്. അത് കുട്ടിയാനെ വന്ന് പൊളിക്കുകയും ചെമ്പ് പൊളിക്കുകയും സോപ്പ് തിന്നുകയും ഡ്രസ്സ് തിന്നുന്ന ഇവിടെ ഇരുന്ന സോപ്പൊക്കെ എടുത്തുന്ന ഡ്രസ്സുകളൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ ഇന്ന സമയം തന്നെ വന്നിട്ട് അടിച്ചു കയറിയിട്ട് ഇങ്ങനെ ഇതാക്കാം. വലിയ കഷ്ടപ്പാടാണ്. ഓർത്ത് നോക്കിയാൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിലേ അതെ, രാത്രി 6:30 പിന്നെ പുറത്തിറങ്ങണ്ട. അതെ, വീട്ടിൻ്റെ മുറ്റത്തൊക്കെയാണ് വരുന്നത്. ചില സമയത്ത് ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നിപ്പോന്നു. അതെ, അരി വാങ്ങണം, വല്ല സാധനം വാങ്ങണം, കുട്ടിയെ പഠിപ്പിക്കണം. ഇത്ര ഉണ്ടാവുള്ളൂ. ഇത്ര മുക്കുള്ളൂ. ചെറുതാ കുട്ടിയാനെ കൊമ്പുണ്ടോ? ഇല്ല, കണ്ടില്ല. കുട്ടിയാനെ ഭയങ്കര ശല്യാനെ കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാത്തിരുന്നാൽ വരില്ല. ഇല്ലാത്ത ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസം വരും. പ്രതീക്ഷിക്കാത്ത ദിവസമാണ് വരുന്നത്. ഇത് വേറെ ആനയാ? ഇത് വേറെയാ. ഇത് അന്ന് തന്നെ വന്ന് രണ്ടും ഒന്നിങ്ങോട്ടും വന്ന് പല ആനകൾ വരുന്നുണ്ടല്ലേ? അത് ഇച്ചിരി വലിയ ആനയാന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം കളഞ്ഞത് കണ്ടില്ലേ? ഇങ്ങോട്ടൊക്കെ വന്നായിരുന്നല്ലേ? പിന്നെ ഒറ്റ പാടില്ല, താഴെ താഴെ മൊത്തം കളഞ്ഞതാ. ഇതുണ്ടല്ല അവിടുത്തെ മൊത്തം കളഞ്ഞ. ഇതൊക്കെ കളഞ്ഞാലേ? ഇതുണ്ട്. അതായത് നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നടവയൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ്. നെയ്ക്കുപ്പയിലെ നിരവധി വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ കൂടെ നമ്മൾ നെയ്ക്കുപ്പ ഭാഗത്തെ ഒരു കാട്ടാന വിഷയം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ വന്നത് കൃത്യം 1 വർഷം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഈ ഒരു സ്ഥലം 1 വർഷം മുന്നേ വിസിറ്റ് ചെയ്തിരുന്നു. അന്നും ഇതേപോലെ തന്നെ വയലിലെ നെല്ലും കാര്യങ്ങളൊക്കെ കളഞ്ഞ ഒരു വിഷയം നമ്മൾ കവർ ചെയ്യാനായിട്ടാണ് അന്ന് വന്നത്. അതേ പ്രദേശത്ത് തന്നെ അതേ ആളുകളുടെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളുടെ തന്നെ പറമ്പിലേക്ക് ഇപ്പോൾ പുതിയ ഒരു ആന കൂടെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട് സാധിച്ചത്. ആ ആനയെ ഇവരെല്ലാവരും വിളിക്കുന്നത് കുള്ളൻ കുറുമ്പൻ എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും. പക്ഷേ ആന അത്ര ചില്ലറക്കാരനല്ല. ആന വളരെ അപകടകാരിയായിട്ടുള്ള ആനയാണ്. ആളുകളുടെ നേരെയൊക്കെ പാഞ്ഞ് ചെല്ലുന്ന ഒരു പ്രകൃതമുള്ള ഒരു കാട്ടാനയാണ്. ഈ ആനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 വർഷം മുന്നേ നമ്മൾ കാണിച്ച, അതായത് തിരുനെല്ലി അപ്പപ്പാറ ഭാഗത്ത് നമ്മൾ കാണിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഉമ്മയുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി അലമാരയൊക്കെ തകർത്ത് അരിയൊക്കെ എടുത്ത് തിന്ന ഒരു പാത്രങ്ങളൊക്കെ നശിപ്പിച്ച ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കാട്ടാനയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഒരു ഉമ്മ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഒരു പൊക്കം കുറഞ്ഞ, അതായത് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു വാതിലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സൈസുള്ള ഒരു കാട്ടാനയാണ്. അപ്പോൾ ആ കാട്ടാന ആണ് അതിൻ്റെ അകത്ത് കയറിയെന്നൊക്കെ അന്ന് ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതേ ആന തന്നെയാണ് എന്നാണ് ഈ ഒരു ആളുകൾ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഇവിടുത്തെ ഈ ഒരു ഭാഗത്തേക്ക് എങ്ങനെയാണ് ആ ഒരു ആന വന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കാറിയും. പക്ഷേ അതിൻ്റെ കാരണമൊക്കെ അവർ കൃത്യമായിട്ട് നമ്മളോട് തന്നെ പറഞ്ഞു തരും. ഏതായാലും ആ ഒരു ആനയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളവർ സംസാരിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അനന്തകുമാർ. നമ്മൾ 1 വർഷം മുന്നേ കണ്ടല്ലേ? 1 വർഷം ആറായി തോന്നുന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത്. അന്നും ഇതേപോലെ നെല്ല് കളഞ്ഞ ഒരു വിഷയം. നെല്ല് കുറേ കളഞ്ഞായിരുന്നു. അതിനുശേഷം ഈ വർഷം പ്രശ്നം ഉണ്ടായിരുന്നോ? പിന്നെ ഈ വർഷം ഞങ്ങൾ ചക്കമായ പിന്നെ തോട്ടത്ത് തന്നെയാണ് സ്ഥിരമായിട്ട്. നെല്ലിന് പ്രശ്നം ഉണ്ടായിരുന്നു? നെല്ല് അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് പോയാൽ പിന്നെ കുറേ നെല്ല് കളഞ്ഞു. അല്ലേ? അല്ല ഈ വർഷം അതിന് കൃഷി ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്രാവശ്യം ഇറക്കാനുള്ള പരിപാടി ഉണ്ട്. കൂപ്പാട്ടൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നെയ്ക്കുപ്പ വലിയൊരു നിങ്ങളൊരു പ്രതിസന്ധി തന്നെയല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ ഒരു ആനയെ, കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ആന, ഒരു കോളനിക്കാരിങ്ങനെ പറഞ്ഞു ചെറിയൊരു ആന വന്നിട്ടുണ്ട്, കന്നുകാലിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഓടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അളിയൻ്റെ മോൻ ഇവിടെ നിൽക്കുന്നുണ്ട് കുറേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ നമ്മളെ വല്യമ്മൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് കുറച്ച് സോപ്പും ഇത് കുളിമുറിൻ്റെ അകത്ത് കയറിയ സോപ്പ് തുണി അതൊക്കെ തിന്ന് അടിച്ച് തുപ്പിയത്. സോപ്പൊക്കെ തിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൻ പറഞ്ഞു മാമ വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് വന്ന ആനയാണിത്. എവിടുന്ന്? അപ്പോൾ പറയുന്നത് ആന തന്നെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 3 മണിക്ക്
പട്ടിക്കൂടിൻ്റെ വന്ന് ഒറ്റ തട്ട കടപടാന്ന് കേട്ടു. ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്തി? ഇതിൽ നേരെ റോഡേ വന്നത്. വന്ന് പട്ടിക്കൂട് വന്ന് ഒറ്റ അടി അടിച്ച് ഞാൻ ചാടിയായിരുന്നു. നോക്കുമ്പോൾ ചെറിയൊരു ആന ഇങ്ങനെ പൈപ്പും ചവിട്ടി പൊട്ടിച്ച്. ഇതിനപ്പം തന്നെ പോഷകാരെ വിളിച്ച് അവർ വന്ന് നോക്കി കാൽപ്പാട് ഇതൊക്കെ നോക്കിയിട്ട് പോകും. ഇത് ആന തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ചെറിയ ആന അല്ലേ? ചെറിയ ആന. ഓഹോ, അതായത് ഒരു വർഷം മുന്നേ അപ്പപ്പാറ ഭാഗത്ത് ഒരു ഉമ്മയുടെ വീട് നിങ്ങൾ കണ്ടിരുന്നല്ലേ? കണ്ട് അവര് അളിയന്റെ മോൻ പറഞ്ഞ വീഡിയോ കാണിച്ചു തന്നെ എനിക്ക് എടുത്തു തന്നെ. അതേ ആന തന്നെയാണ്. അതേ ആന ഉറപ്പ്. അത് ചെറിയ ഒരു വാതിന്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. തോളിന്റെ പൊക്കേ ഉള്ളൂ. ഞാൻ ശരിക്കും കണ്ടതാണ്. തോളിന്റെ പൊക്കേ ഉള്ളൂ ആന. കൊമ്പുണ്ടോ അതിന്? കൊമ്പില്ല. 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 പക്ഷെ പ്രായമുള്ള ആനയാണത്. ചെറിയ കുഞ്ഞാന വളർച്ച മരടിച്ചങ്ങോട്ട് പോയത്. പക്ഷെ അത് ആളുകളെ നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, അങ്ങനെ തിരിഞ്ഞിട്ട് ടോർച്ചാടി ഒച്ചെടുത്ത് ഓടിയത്. പകൽ ഓടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണിക്കാരിങ്ങനെ. ഈ കന്നുകാലിക്ക് മേയ്ക്കാൻ പോകുന്നവര് പകല് കാട്ടിക്കൂടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നത്. അതിപ്പോ ഈ ഒരു പ്രദേശത്ത് കിടന്ന് ഇങ്ങനെ സ്ഥിരമാക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഇന്നലെ പറഞ്ഞത് ചേകാടി ഭാഗത്തേക്ക് റോഡേ പോയിട്ടുണ്ട്. അവർക്ക് അറിയാലോ. ഇവിടുന്ന് ചേകാടിക്ക് എത്ര ദൂരമുണ്ട്? ചേകാടിക്ക് ഇങ്ങനെ കറങ്ങി പോകണമെന്നില്ല. ഒരു ഷോർട്ടിന് പണ്ട് നടന്നു പോകുന്ന റോഡുണ്ട് കാട്ടിക്കൂടെ. അതൊരു 6 കിലോമീറ്റർ. എനിക്ക് 6 കിലോമീറ്റർ ഒന്നും അല്ലല്ലോ. അല്ലല്ലോ. ഒരുപക്ഷെ ആ ആന തന്നെ ആ സാധ്യതയുണ്ട്. അത് തന്നെ ഉറപ്പ് തന്നെയാ. ആണല്ലേ? ഉറപ്പ് തന്നെ. അതിന്റെ ഒരു പ്രകൃതം കണ്ടിട്ടല്ലേ? അതെ അതെ അതെ. കൂടുതൽ അരിയൊക്കെ എടുത്ത് അങ്ങനത്തെ അരി സോപ്പ് ഡ്രസ്സൊക്കെ ചവച്ചരച്ച് തുപ്പിയിട്ടുണ്ട്. പാത്രമൊക്കെ ഡ്രസ്സ് അതന്നെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. നൈറ്റി ഒക്കെ എടുത്ത് തന്നെ, നൈറ്റി പാൻ്റൊക്കെ എടുത്ത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അതേ ആന തന്നെ ആയിരിക്കും. അതേ ആന തന്നെ ഉറപ്പ് തന്നെ അത്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ട് ചേട്ടൻ്റെ പട്ടിക്കൂട് കളഞ്ഞില്ല? പട്ടിക്കൂട് തട്ടി നീങ്ങി തിണ്ടിന്റെ സൈഡിലെ വെച്ചത്. അപ്പൊ തട്ടി അങ്ങോട്ട് തെങ്ങുള്ള പട്ടിക്കൂട് ഇരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ആനകളുടെ ഒന്നും ശല്യം പോരാഞ്ഞിട്ടല്ലേ പുതിയ? അതെ അതെ, പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ. അത് പറഞ്ഞ പോലെ ഞാൻ അത് ശരിക്കും പറയണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഞാൻ അത് അവിടെ പോയി എടുത്തേ. അന്ന് എനിക്ക് വന്നേ ഒരു ജൂണോ ജൂലൈ മാസം കണ്ട അവിടെ ആ ഒരു വീട്ടിലും പോയി എടുത്തതേ. അതിനുശേഷം പിന്നെ ആ ഒരു വിഷയമില്ല. അതിന് അവരവിടെ കുമിക്കാനൊക്കെ കൊണ്ടുവന്നായിരുന്നു. കുമിക്കാനൊക്കെ കൊണ്ടുവന്ന് അതിനുശേഷം ആനയെ തുരത്തിന്നാ പറഞ്ഞേ. പിന്നെ ആനയുടെ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഇതിലൊക്കെ ആന കിടക്കുന്ന ഈ വഴിയൊക്കെ ആന ഇതിലൊക്കെ ആന കാണല്ലേ? വഴിയാ പാടുണ്ടല്ലേ? ഇതൊക്കെ ഇറങ്ങിയത് ആന തൊട്ടുപാടല്ലേ? ഇത് ആന തന്നെയാ? ഇതാന തന്നെ. ആന ഇറങ്ങിയതല്ലേ. പിന്നെ അപ്പുറത്ത് കുറെ വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേ കുമിക്കാനെ കൊണ്ടുവന്നിട്ടേ അതിനെ തുരത്തുകയൊക്കെ ചെയ്തായിരുന്നു. അതിന് പിടിക്കാൻ കിട്ടിയില്ല. പിടിക്കാൻ കിട്ടിയില്ല. പക്ഷെ അതിന് ശേഷം ആ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് എത്ര വീട്ടിൽ കയറി എന്നറിയ സാധനം. അതെ അതെ. ഞാൻ തന്നെ കുറെ മോൻ പറഞ്ഞു ഒരു 15 ദിവസം ഒരു ഭാഗത്ത് നിൽക്കുള്ളൂ. അതെ അതെ അതെ. അന്ന് കുറെ വീട്ടിൽ കയറി പാൻറ്റും ഷർട്ടും നൈറ്റിയും പാവടയൊക്കെ എടുത്ത് ഇതിലേ വന്നതാണ്. ഈ മുറ്റത്തോടെ വന്നേ. ഇങ്ങനെ ഇതല്ലേ, ഇങ്ങനെ വന്ന് ഇത് ഇന്നലെ പെൻസിങ് ഇട്ട് വെച്ചത്. ഞങ്ങള് പെൻസിങ് ഇട്ട് വെച്ചതാ പട്ടി തട്ടും പറഞ്ഞിട്ട്. പട്ടിക്ക് ഇവിടെ ഉണ്ടായിരുന്ന പട്ടിക്കൂടാ ജോലി ഉണ്ടല്ലോടാ. ഇവിടെ ഉണ്ടായിരുന്ന പട്ടിക്കൂടാ തട്ടി ആ തെങ്ങിലേക്ക് എത്തിച്ചറിഞ്ഞു. അവിടം വരെ എത്തിച്ചു. അവിടം വരെ എത്തി. ഇവിടുന്ന് തള്ളിയിട്ട് പട്ടിക്കൂടെ തള്ളി അവിടെ വരെ എത്തിച്ചില്ല. ഇത് അതിന്റെ കാലപ്പാടാ. പാൽപ്പാടത്ത് ഇങ്ങനെ പോയെന്നിട്ട് ആ പൈപ്പില്ലേ, പൈപ്പൊക്കെ ചവിട്ടി കടച്ച് രാഷ്ട്രീയ പീസൊക്കെ മാറ്റി ഇതാക്കിയതാ. ഇങ്ങനെ പോയത്. അങ്ങനെ കയറി. അപ്പൊ ഇന്നലെ ഈ ഫെൻസിങ് അവൻ ഇങ്ങനെ വലിച്ചതാ. വന്നാൽ പിന്നെ തട്ടിക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി പട്ടിക്ക് വേണ്ടി മാത്രം പട്ടിക്ക് വേണ്ടി മാത്രം വലിച്ചിട്ട് അവസ്ഥയല്ലേ. പിന്നെ വാഴയിലും കളഞ്ഞിട്ടുണ്ട്. ഈ വയലല്ലേ അന്ന് ഞാൻ വന്നേ? നിങ്ങളത് അതിലേ വന്നത്. എന്നിട്ട് നേരെ താഴെക്കല്ലേ പോയത്. എനിക്ക് നിങ്ങളാന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഈ ഒരു പട്ടിക്കൂടാണ് കാട്ടാനെ തള്ളി നീക്കി ആ കാണുന്ന തൊട്ട് പുറകെ കാണുന്ന ആ തെങ്ങിൻ്റെ അവിടം വരെ നീക്കിക്കൊണ്ട് പോകുന്നോട്ട് പറഞ്ഞു. ഉണ്ടല്ലേ കുറെ വാഴ കളഞ്ഞിട്ടുണ്ട് അപ്പുറത്ത്. താഴേന്ന് ഇറങ്ങി വന്നേ. ഏത് ഇത് മോളിൽ നിന്നൊക്കെയാ വരുന്നേ? പുറവശോടെ വന്നേ. ഇതിലെ പുറവശോടെ വന്നേ. ചെറുതോ? അല്ല ഈ ആന ചെറുത് റോട്ടിൽ കൂടെ തന്നെ തന്നെ. എത്ര ഇതുണ്ടോ. ഈ കാപ്പിയെല്ലാം ആന ചവിട്ടി ചിരിച്ചതാ. ആ കാപ്പിയെല്ലാം ആന ചവിട്ടിയതാ. കൊറേ ചെടി കളഞ്ഞു. പിന്നെ ഇത് കണ്ടില്ലേ? പശു ഇല്ല. അപ്പോൾ പശു തൊഴുത്തിൽ
എല്ലാം വൈകുന്നേരം കെട്ട് ചെയ്തേ ഇതെല്ലാം കളഞ്ഞത് കണ്ടില്ലേ. ഇങ്ങോട്ടൊക്കെ വന്നായിരുന്നല്ലേ? പിന്നെ ഒറ്റ പാടില്ല, താഴെ ആയാലും മൊത്തം കളഞ്ഞതോ. ഇതുണ്ടില്ല അവിടുത്തെ മൊത്തം കളഞ്ഞാൽ. ഓ ഇതൊക്കെ കളഞ്ഞാലേ? ഇതുണ്ട് അതായത് വെച്ച് നിന്ന്. ഓ ഇത് കണ്ടില്ലേ, ഒരു സാധനം വെക്കൂല. ഇവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു, ഇപ്പം തേങ്ങ ഇപ്പം വാങ്ങേണ്ട സ്ഥിതിയിലല്ലേ. ആ വാഴ അത് മൊത്തം കളഞ്ഞാലേ? ഇത് അപ്പുറത്തെ അതിങ്ങനെ അപ്പുറം കളഞ്ഞല്ലേ? എന്താ ചേട്ടാ പറഞ്ഞേ? തേങ്ങയൊക്കെ വാങ്ങേണ്ട അവസ്ഥയല്ലേ? ആ തേങ്ങയെല്ലാം വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് 80-90 ലിറ്റർ പിന്നെ കൊപ്ര കാട്ടിക്കൊണ്ടിരുന്ന, പിന്നെ 400 രൂപ വിലയുള്ള പോലെ. ആ ഇപ്പം ഇല്ല. ഇപ്പം അരക്കാൻ തന്നെ കഷ്ടി അങ്ങ് ഒപ്പിച്ച് പോകല. പൈസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തെങ്ങൊന്നും ഒരുപാട് തെങ്ങ് മറിച്ച് ഒരു ഒറ്റാന വന്നിട്ട് എല്ലാ തെങ്ങിങ്ങനെ മറിച്ച് ഇടുക. അല്ലെന്നേ, തേങ്ങ വെളിച്ചെണ്ണയ്ക്ക് നല്ല പൈസ ആയപ്പോഴത്തേക്കും തെങ്ങ് മൊത്തം തീർന്നു. ആ തെങ്ങ് മൊത്തം തീർന്നു. ആ സ്ഥിതിയുള്ളത്. അവിടെയും വാഴ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ വന്ന്. ഇത് വേറെ ആനയാ? ആ ഇത് വേറെയാ. ഇത് വേറെയാണേ? ഇത് അന്ന് തന്നെ വന്ന് രണ്ടും പല ഒന്നിങ്ങോട്ടും വന്ന് ഒന്ന് പല ആനകൾ വരുന്നുണ്ടല്ലേ? അത് ഇച്ചിരി വലിയ ആനയാന്ന് തോന്നുന്നല്ലേ? ഇത് വലുതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തോമസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനില്ലേ, തോമസ്? ആ അത് തന്നെ കുട്ടായിന്നാ വിളിക്കുന്നത്. ആ പുള്ളിയുടെ പറമ്പിലും ഇതേപോലെ ഡോക്ടറിൻ്റെ പറമ്പുണ്ട്. അത് തന്നെ ഡോക്ടർ. ആ പറമ്പിൽ എത്ര കാൽപ്പാടാണെന്നറിയോ? അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ് ചെറിയ ആനയാണ്, ആനക്കുട്ടിയാണ്. പക്ഷെ ഈ 2 വരുന്നതിലും ചെറുതുണ്ട് ആണല്ലേ? അത് വലിയ, അത് വച്ചോട്ടാ പോയിക്കോ. ഇത് അങ്ങനെ പോകാൻ തോന്നില്ല, ചെറുത്. ആണല്ലേ? ഇത് ഒച്ചയായിട്ടൊന്നും പോകില്ലല്ലേ? അങ്ങനത്തെ ഒരു ആനയത്. അവിടെയും കളഞ്ഞിട്ടുണ്ടല്ലേ? കളഞ്ഞിട്ടുണ്ടല്ലേ? മുകളിൽ എത്ര പ്ലാവ കളിച്ചെന്നറിയോ? ഉന്തി മറിച്ചിട്ടിരിക്കുക. ഇപ്പോൾ പറമ്പിൽ ശരിക്കും ഒന്നും എടുക്കാൻ വരെ തോന്നുന്നില്ലേ ഇപ്പോൾ. ഇപ്പം അവസാനം ഈ കാപ്പി മാത്രമായില്ലേ? ആ കാപ്പിയും പോകുമല്ലേ? ഇത് ആന പോകുന്ന വഴിക്ക് ഇതിലിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും അല്ലേ? അതുകൊണ്ട് ഇതിലെങ്ങനെ കയറിയാ പോകുന്നത് ആന. ദിവസം വരുന്നുണ്ട്. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലേ? നമ്മൾ കാത്തിരുന്നാൽ വരില്ല. ഇല്ലാത്ത ദിവസം അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസം വരും അല്ലേ? പ്രതീക്ഷിക്കാത്ത ദിവസമാണ് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ മാത്രമല്ല മറ്റ് വീടുകളിലും ഈ ആന വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവരോടും കൂടെ ഇതിനെക്കുറിച്ച് ചോദിക്കാമല്ലോ. അപ്പോൾ പനവലിയിൽ ഇറങ്ങിയ ആന ചേട്ടൻ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നല്ലേ? ആ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ട്. അത് തന്നെ ഓടിച്ചല്ലേ ഇവിടുന്ന് ഡാക്ടറിൻ്റെ പുറത്ത്. അത് വലിയ ആനയല്ലേ? അത് വലിയ ആനയാ, ഭയങ്കര. ഇതുണ്ട് ഇതിലെ കയറിയിട്ട് അതിലെ ഇറങ്ങിയ ആന. ഇതിലേക്കാന്ന് വന്നേ? ഇതുണ്ട് ഇതിലെ കയറിയിട്ട് അപ്പം താഴെയും കളഞ്ഞിട്ടുണ്ട്. ഓ ഉണ്ടോ? ഇതുണ്ട് ഇതിലെ വന്നിട്ട് അതിലെ കടന്നു. അവിടെ ഇപ്പോൾ രണ്ടാമത് വെച്ച് ഇത് കെട്ടി ശരിയാക്കിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് ഇങ്ങനെ കടന്നു ആന. അതെന്തിനാ ഇത്രയും വഴി കടന്ന്? അത് എന്തോ ഷെഡ് തപ്പിയതാ. അതെ. ഓ അപ്പം ഇവിടെ ഈ പാത്രമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു? അല്ല, അന്ന് ഇതൊക്കെ തട്ടി കളഞ്ഞായിരുന്നു. രണ്ടാം എടുത്ത് വെച്ചതല്ലേ അല്ലേ? പശുവിന് വെള്ളം ചൂടാക്കാൻ വേണ്ടി. ഓഹോ. ഇതെല്ലാം തട്ടി അങ്ങോട്ടെല്ലാം ഇത് മൊത്തം പൊളിച്ച് അങ്ങോട്ട് കാണുന്നല്ലേ? ഇതങ്ങനെ ഇത് ഓരോ ആക്കി അവിടെ ഈ വീട്ടിൽ. ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയതാന്ന്. തൊഴുത്തിൻ്റെ അവിടെ വന്ന് തട്ടി. ചേട്ടൻ ഈ വീട്ടിലുണ്ടോ? അല്ല, അവർ തൊഴിലുറപ്പിന്. ഇവിടെ വലിയ മിനിറ്റുണ്ടോ? താഴെ ഇതാ പോയത്. ಅಂತೆ ಕಾಟು ತಾತಕ ಎಲ್ಲಿಯ ಹಾಂ ನೋಡಲಿ ತಾಯಿ ಉಂಟು താഴെ ഉണ്ടോ? ഈ പ്ലാവൊക്കെ ഇങ്ങനെ വെട്ടി കളഞ്ഞായിരിക്കും അല്ലേ? ഏത് ചക്ക? ആ പ്ലാവൊക്കെ വെട്ടിയ ശല്യം കാരണം ആണല്ലേ? ഇത് പണ്ടുള്ള കുളിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഉണ്ട്. ഇത് എല്ലാം ശരിയാക്കി നന്നാക്കിന്ന്. ആ ചെമ്പ് കണ്ടില്ല, അത് ചാലി ഇവിടെയൊക്കെ കളഞ്ഞായിരുന്നല്ലേ? ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി അടുപ്പൊക്കെ ഇതാക്കി. ഇവര് ഇവിടെ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന? ഓഹോ. കുളിക്കാൻ ഇതിലെ കയറിയിട്ട് ആ ഡ്രസ്സെല്ലാം എടുത്ത് തിന്ന് അവിടുത്തെ തുപ്പിയിട്ടത്. അല്ല. ആ ചേട്ടൻ്റെ പേരെങ്ങനെയാ? പേര് വേണുകാലം. എന്നാ മിനിങ്ങാന്നാ സംഭവം നടന്നല്ലേ? 4 ദിവസമായി കഴിഞ്ഞു. എന്താ അന്ന് രാത്രി സംഭവിച്ചേ? അത് കുട്ടിയാനെ വന്നിട്ട് വന്ന് പൊളിക്കുകയും ചെമ്പ് പൊളിക്കുകയും സോപ്പ് തിന്നുകയും ഡ്രസ്സ് തിന്നുന്ന
ഇവിടെ ഇരുന്ന സോപ്പൊക്കെ എടുത്തുന്നേ? ആ, ഡ്രസ്സുകളൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ ഇന്ന സമയം തന്നെ വന്നിട്ട് അടിച്ചു കയറിയിട്ട് ഇങ്ങനെ ഇതാക്കാം. ഇതാക്കാം. അത് അതുപോലെ തന്നെ വീട്ടിലും വന്നിരുന്നു, ഷെഡിലൊക്കെ പൊളിച്ച് വെറിൻ്റെ ഇതൊക്കെ മുകളിൽ 2 ദിവസം കണ്ട ഷെഡ് 2 ദിവസം ഇവിടെ തന്നെ കാവൽ ഞങ്ങൾ ഇപ്പോഴും ശല്യമായി മാറിക്കൊണ്ടിരിക്കുക. ഇത് ഏത് വഴി ഇവിടുന്ന് ഇറങ്ങി വരുന്നത്? അങ്ങനെ അവിടെ നിന്നായിരിക്കും അല്ലേ? അത് ഫോറസ്റ്റ് ആയിരിക്കും അല്ലേ? അവിടെ നിന്ന് കടവിൽ നിന്ന് തന്നെ അതിലെങ്ങനെ ഇറങ്ങും അല്ലേ? നേരിട്ട് കണ്ടോ ഇതിനെ? നേരിട്ട് കണ്ടല്ലേ? എത്ര പൊക്കം ഉണ്ടാവും ഇതിന്? ഇത്ര ഉണ്ടാവുള്ളൂ. ഇത്ര മുക്കമുള്ളൂ? തുണിക്ക ചെറുതാ. കുട്ടിയാനെ കൊമ്പുണ്ടോ? ഇല്ല, കണ്ടില്ല. കുട്ടിയാനെ ഭയങ്കര ശല്യം അതിനെ കൊണ്ടല്ലേ. ഇത് നിങ്ങളുടെ നേരെ വരുന്ന പാഞ്ഞെടുക്കുന്ന എല്ലാം സ്ഥിതി ഉണ്ടായിരുന്നോ? എങ്ങനെ നിങ്ങളുടെ നേരെ വല്ലതും വന്നോ? ഇല്ല ഇല്ല, കണ്ടില്ല. ലൈറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പൊളിച്ചിട്ട് ഒരൊറ്റ പിന്നെ നിൽക്കില്ല. അല്ല തന്നെ പൊതുവെ ഇപ്പോൾ ആനശല്യം കൂടിക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ. വേറെ ആനയുണ്ട് ഇവിടെ ചാലിൽ ഇറങ്ങുന്നത്. ചാലിൽ കണ്ടാൽ ഇവിടെ ഇറങ്ങുന്നുണ്ട്. നിങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ? കുറേ വർഷമായി. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബുദ്ധിമുട്ട് ഭയങ്കര ശല്യം. പുറത്ത് തന്നെ ഇപ്പോൾ ഇറങ്ങാൻ തന്നെ. ഇത് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർ വരുമോ? വരും, ബുദ്ധിമുട്ടാണ്. എന്നാലല്ലേ അല്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലൊക്കെ കയറി പാത്രങ്ങളൊക്കെ നശിപ്പിച്ചു. പാത്രങ്ങളൊക്കെ ചവിട്ടി ചളുക്കി. അതേപോലെ ചളുക്കിയ പാത്രം ഇവിടെ ഉണ്ടോ? അതവിടെ ഈ കാണുന്ന അത് എല്ലാം വാട്ടി പോയി. പാത്രം എല്ലാം വാട്ടി അടിച്ച് നിർത്തിയില്ലേ? എല്ലാം വാട്ടി. ഈ പാത്രമായിരുന്നു കേട്ടോ, മൊത്തം ചളുക്കി കളഞ്ഞാണ്. അതേപോലെ വേലിയൊക്കെ പൊളിച്ച്. ഏത് വേലിയാ? ഈ വേലി ഇത് ഇവിടെ ഉണ്ടായിരുന്ന വേലിയൊക്കെ എല്ലാം പൊളിച്ച് അതൊക്കെ മാറ്റി കണ്ടീഷൻ ആക്കിയ. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ കേട്ടോ. ഇവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് തിന്നതല്ലേ? ഡ്രസ്സൊക്കെ തിന്നുന്നുണ്ട്, സോപ്പ് തിന്നുന്നുണ്ട്, ബക്കറ്റ്. അപ്പോൾ അത് ആ പാറ ഭാഗത്തുണ്ടായിരുന്ന ആ സാധനം തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അത് തന്നെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചേടി ഭാഗത്ത് പോയിരുന്നു വന്നിട്ട് ഈ ബക്കറ്റൊക്കെ കാണാൻ പറ്റില്ലേ? ഇത് കാണുന്ന പൊടിച്ച ബക്കറ്റൊക്കെ വലിയ ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായി. എന്താ ചേട്ടാ? ഈ വാഴ ഇതുണ്ട്, ഇതിലൊക്കെ വന്നിട്ടല്ലേ? ഇതിലൊക്കെ വന്നിട്ട് വാഴ നിന്നിട്ട് ഇതുണ്ട്. വാഴ അവിടെയൊക്കെ നിന്ന് കളഞ്ഞില്ലല്ലേ? അതായത് വാഴയൊന്നും നട്ടാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല, കിട്ടില്ല. അവിടെ കവുങ്ങ് കിട്ടില്ല, തെങ്ങും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഒരു ഷെഡ് മൊത്തം ഒന്ന് ഇതാക്കി കേട്ടോ. അവരിപ്പോൾ കുറച്ചൊക്കെ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവർ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇതാ ഈ ഒരു സ്ഥലമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലം. വയലാണ്, വയലും പ്രദേശമാണ്. ഇവിടെയാണ് ഈ സംഭവം കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം ഫോറസ്റ്റാണ്. ഇതിലേക്കാണ് ആന ഇങ്ങോട്ട് വരുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ തൊട്ടപ്പുറം ചാലുണ്ടല്ലേ? പകലും വരും കേട്ടോ? ഇല്ല, പകലില്ലല്ലേ? രാത്രി ആയി കഴിഞ്ഞാലേ? രാത്രി 7 ആകുമ്പോൾ പറ്റൂല. ഇപ്പം ഈ ആന എവിടെയാണെന്നാ ചേട്ടാ പറഞ്ഞേ? ഇപ്പോൾ ചേകാടി ഭാഗത്തേക്ക് പോയി അല്ലേ? ഇവിടുന്ന് ചേകാടിക്ക് കാട് വഴി അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് എത്തും. ഒരു ദിവസം വേണ്ട, 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്തും. 2 മണിക്കൂർ കൊണ്ട് എത്താം അല്ലേ? ആനയ്ക്ക് പിന്നെ അതൊന്നൊരു ദൂരമല്ലല്ലോ അല്ലേ? സംഭവം. അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട് ഇച്ചിരി മുകളിലായതുകൊണ്ട് അവരിങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് തുണിയൊക്കെ ഉണക്കാനൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഒരു തുണിയാണ് ഇപ്പോൾ ഇങ്ങനെ കടിച്ച് ചവച്ച് കളഞ്ഞു. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ നശിപ്പിച്ച് ബക്കറ്റ് പൊട്ടിച്ചു. ഈ ഒരു ഷെഡും കുറേ നാശനഷ്ടവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ പേരെങ്ങനെയാണ്? രാജകുമാരി. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഭാഗത്തൊക്കെ ആന വന്നല്ലേ? ദിവസം വരുന്നല്ലേ? മുതൽക്കാണ് കൂടുതൽ ശല്യം. ആണല്ലേ? അതെ. ഞാൻ കൃഷി എടുത്തിട്ട് മുടങ്ങിയിട്ട് 2 കൊല്ലമായി. അതെ. വേറെ ജീവന മാർഗ്ഗമൊന്നുമില്ല. കൃഷി എടുത്തിട്ടെങ്കിലും ഞങ്ങൾക്ക് ജീവിതം കഴിയാമല്ലോ വെച്ചിട്ട് കൃഷി എടുത്താൽ അത് നെല്ല് വരെ കിട്ടില്ല. ഒന്നും കിട്ടുന്നില്ല. പിന്നെ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ കൃഷി എടുക്കുന്നത്. പുല്ലും നെല്ലും കൊടുത്തിട്ട് ഞങ്ങൾക്കത് കടം വീട്ടാലോ എന്ന് വിചാരിച്ചാൽ അതിനും സാധ്യപ്പെടുന്നില്ല. അങ്ങനെ കടങ്ങളെല്ലാം ബാക്കിയാണ്. ഇപ്പം നെല്ലോ അരിയോ വാങ്ങണമെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചി അമ്മച്ചിക്ക് പണ്ട് മുതലേ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ? ഞങ്ങൾ പണ്ടേ മുതലേ കൃഷി. എത്ര ഏക്കർ നെല്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? 8 ഏക്കർ 8 ഏക്കർ ചെയ്തോണ്ടിരുന്ന. ഇപ്പം എല്ലാം തരിച്ചു കിടക്കുക. എല്ലാം കിടക്കുക.
ഇപ്പോൾ 2 കൊല്ലം എന്നിട്ട് ഇപ്പോൾ പൈസ കൊടുത്ത് മേടിക്കാമല്ലേ പുറത്തുനിന്ന്? അരി വാങ്ങല, അരി പൈസ കൊടുത്ത് മേടിക്കാമല്ലേ? അരി പൈസ കൊടുത്ത് വാങ്ങണം. അതെ, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടല്ലേ? പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് പെൻഷൻ കിട്ടും, അതുകൊണ്ട് അരി വാങ്ങും. പിന്നെ മരുമകൾ പണിയുള്ളപ്പം തൊഴിലുറപ്പിന് പോകും. അങ്ങനെ എങ്ങനെയൊക്കെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അതെ, വലിയ കഷ്ടപ്പാടാണ് അല്ലേ? ഓർത്ത് നോക്കിയാൽ രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിലല്ലേ? അതെ, രാത്രി ഒരു 6:30 പിന്നെ പുറത്തിറങ്ങണ്ട. അതെ, വീട്ടിൻ്റെ മുറ്റത്തൊക്കെയാണ് വരുന്നത്. അതെ, ചില സമയത്ത് ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നിപ്പോകുന്നു. അത് അരി വാങ്ങണം, എല്ലാ സാധനം വാങ്ങണം, കുട്ടിയെ പഠിപ്പിക്കണം. അതോ എനിക്ക് മരുന്നും വേണം, എനിക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ്, മരുന്നിൻ്റെ ചിലവ് നോക്കണം. അതിന് വരെ വരുമാനം കൃഷി എടുത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലേ? അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എല്ലാ കർഷകരുടെയും ഒരവസ്ഥ തന്നെയാട്ടോ ഇപ്പോൾ അമ്മ പറഞ്ഞത്. കാരണം വർഷങ്ങളായിട്ട് കൃഷിയൊക്കെ ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. അരി പോലും പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം പണ്ട് 8 ഏക്കറൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഒരു വർഷം ഒരു പ്രാവശ്യം പോലും അരി പുറത്തുനിന്ന് മേടിക്കേണ്ടാത്ത അവസ്ഥ. നിങ്ങളുടെ മിച്ചമുള്ളത് പുറത്തേക്കും കൊടുക്കുമായിരുന്നു അല്ലേ? അരി മിച്ചമുള്ളത് പുറത്തേക്കും കൊടുത്തോണ്ടിരുന്നല്ലേ? ഒന്നും മേലാത്ത അവസ്ഥയല്ലേ? എല്ലാം പുറത്തുനിന്ന് മേടിക്കും, എല്ലാം പുറത്തുനിന്ന് വാങ്ങണം. അപ്പം നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ട് നമ്മൾ ഇവരുടെ പറമ്പും കാര്യങ്ങളൊക്കെ പോയി കണ്ടു കേട്ടോ. അപ്പോൾ വലിയൊരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ ആളുകൾ ഒക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ആനയുടെ ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചാണ്. ഈ ആനയെ ഇവർ വിളിക്കുന്നത് കുള്ളൻ കുറുമ്പൻ എന്നാണ് ഈ ആനയെ വിളിക്കുന്നത്. ഹൈറ്റ് ഇല്ലാത്ത, അതായത് അത് കുട്ടിയാനയല്ല, മുരടിച്ചു പോയ, വളർച്ച മുരടിച്ചു പോയ ഒരു ആനയാണ്. നല്ല പ്രായമുണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ആന ഈ പ്രദേശത്ത് വന്ന് ഇത്തരത്തിൽ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുകയാണ്. ഷെഡ് കാക്കുകയും പാത്രം തകർക്കുകയും തുണി തിന്നുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ച അതേ ആന തന്നെയാണ്. അങ്ങനത്തെ ക്യാരക്ടറുള്ള അധികം ആനകളൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മളിതിനു മുന്നേ അതേ ആനയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ആന തന്നെ കാട് വഴി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും നെയ്ക്കൊപ്പം എന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.